അച്ഛനെവിടെ? അച്ഛൻ ഭക്ഷണം കഴിക്കുക. മാമുണ്ണ് വാ നോക്കാം. ആരോടെ ലുട്ടാപ്പിയത്? ഞങ്ങള് വീടൊന്ന് റെഡിയാൻ വന്നതാ. അല്ല സാറേ, വായ മുളിച്ചൊക്കെ അപ്പൊ പരിശോധിക്കണോ? ആ സദേവ, എന്തിനാ സാധേ മൊബൈൽ? അല്ല അത് ഉണ്ണി, ഈ മൊബൈൽ ഒന്ന് പിടിച്ചേ. നമുക്ക് ചില കൊച്ചുവർത്തനങ്ങളൊക്കെ പറഞ്ഞിരുന്നാ പോലെ. അല്ല സാറേ, അലമാരിയുടെ താക്കോ. അലമാരൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, അതല്ലേ ഞങ്ങളുടെ പണി. വല്ലാത്തൊരു വലിയ കാറൊക്കെ ആണല്ലോ സാദേവ പുറത്ത്. വൈഫിന്റെ കളിച്ചൊക്കെ പോയി മാമുണ്ട്. ചെല ആരാ? ഇവിടെ നിന്ന് മാറിനേ, ഇവിടെ സെർച്ച് ചെയ്യണം. ഇതൊന്നും കഴിഞ്ഞോട്ടെ, തൽക്കാലം പറയണത് കേൾക്കൂ. സാറേ, മോനൊക്കെ വല്ലാതെ പേടിച്ചിരിക്കുന്നു. എന്തിനാ പേടിക്കണേ? പൈസ ഉണ്ടെങ്കിൽ എടുക്കാൻ വന്നിരിക്കല്ലേ, നോക്കട്ടെ. ഇവിടെ എന്തും സർ, അവിടെയെല്ലാം സെർച്ച് ചെയ്തു. എന്നിട്ട് സർ, അവിടെ എങ്ങും ഒന്നുമില്ല. അവിടെ ഒന്നുമില്ല സർ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാർ. അവിടൊക്കെ നോക്കി, അവിടെ ഒന്നുമില്ല സാർ. സാർ ഇവിടൊക്കെ നോക്കി, ഇവിടെ ഒന്നും കാണുന്നില്ല. നൈസായിട്ടൊക്കെ ഒതുക്കിയല്ലേ? നമ്മളും പോലീസിലൊക്കെ അല്ലേ സാറേ? ശരി, എടുത്തോളാം. എടുക്കണേ. ഹലോ സാറേ, എന്റെ ഫോണത്. അല്ലെങ്കിൽ പോലീസ് സാറിന്റെ വീട്ടിലേക്ക് വരും ഫോണുകളെന്നും പറഞ്ഞു. ചേച്ചി കഞ്ഞി കൊടുത്തമ്മന്ന് പറഞ്ഞു. പനിയല്ലേ, കഞ്ഞി കൊടുത്തമ്മന്ന് വേണ്ടായിരുന്നു. ചേച്ചിക്കല്ലേ കൊച്ചിനാ? ഉറങ്ങിയാ? ഉറങ്ങി. എന്താ ചേച്ചി? അല്ല പൈസ. അയ്യോ, പൈസ ഒന്നും വേണ്ട ചേച്ചി, കൊച്ചിനുള്ള ഭക്ഷണമല്ലേ. അതല്ല സാരല്ല. ചേച്ചിയുടെ കള്ളനായിട്ട് കാണല്ലേ. ചേച്ചിനെ ഹെൽപ്പ് ചെയ്തല്ലേ, കൊച്ചിന് കൊടുക്കുക ചേച്ചി. ശരി ചേച്ചി. സിസ്റ്റർ, ഈ ഗ്ലൂക്കോസ് മാറ്റാൻ സമയമില്ല. ഇവന്റെ ഭക്ഷണം കുറക്കാനുള്ള വലിയ മരുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ വിശപ്പ് കുറവാ. അപ്പൊ ആർക്ക്? ഇനി അതീ കൂടി കയറ്റി വയറ്റിലോട്ട്. ബിരിയാണിയാണ്. എടോ, അതൊന്ന് എടുത്തു വെക്ക്. വാരിത്തട്ടെ വായിലോട്ട്. മുഴുവൻ തീർക്കണ്ട. തുറക്ക്. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വെള്ളം കിട്ടിയാൽ, ലൈമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ, കരിക്കും വെള്ളമോ, അതിനാ വിഷം കലക്കി തരും. കടിക്കോ? ഇത് കഴിഞ്ഞിട്ടൊരു സുലൈമാനി തേക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ആപ്പിള് ആപ്പിള് കഴിച്ചോ? മനോജേ. സാറേ, ഞാൻ പാർക്കിങ്ങിലുണ്ട്. അല്ല, സാറും താഴത്തേക്ക് വാ, ഞാൻ ഇപ്പോൾ യൂണിഫോമിലാണ്. ഇപ്പൊ വരാം. വേഗം അത്യാവശ്യമാണ്. അപ്പോഴേ ഞാൻ ഇറങ്ങുക. ഒരു ഫ്രണ്ട് കാണാൻ വന്നു. അത്യാവശ്യം ഒഫീഷ്യലാ. ആയിക്കോട്ടെ. താനെന്താ പോലീസ് ജീപ്പ് പോയിട്ടൂടെ? സാറൊന്ന് കയറി, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സാധാരണ വീട്ടിലൊരു റെയ്ഡ്. റെയ്ഡോ? എന്നിട്ടൊന്നുമില്ല. എന്തായാലും അവർക്ക് ജോർജിന്റെ ഹോട്ടലിനെ കുറിച്ച് സംശയമൊന്നുമില്ല. സാറ് കയറി, നമുക്ക് സാധാരണ വീട് വരെ ഒന്ന് പോവാം. ഞാനോ? സാറൊന്ന് കയറി. ഞാനെന്താ കയറി സാറേ. ചേച്ചി അന്നെ തന്നെ ലൈന് വിളിക്കുന്ന. അയ്യോ
എന്താ ചേച്ചി? ഞങ്ങൾ ഡിസ്ചാർജ് ആയി, അപ്പോൾ പോവാന്ന് പറയാൻ വന്നതാ. പനി മാറി 2 ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയാൽ മതി. ഞങ്ങളൊക്കെ അങ്ങനെ. ഞാൻ സ്കൂളിൽ പോയിട്ടൊന്നുമില്ല. ശരി ചേച്ചി. മരുന്ന് കഴിക്കണം കേട്ടോ. ചേച്ചി. ഭയങ്കര കഷ്ടമായി പോയില്ലേ? പനി മാറിയതോ? അല്ല, ഡിസ്ചാർജ് ആയി പോയത്. കട്ടച്ചേരക്കട്ടെ. ഹലോ ചേച്ചി, നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചോണ്ടിരിക്കുക, പെട്ടെന്ന് വരും, വെയിറ്റ് ചെയ്യാ. ഇതിനൊക്കെ എന്തിനാ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കണേ? ഒരു ഓട്ടോ വിളിച്ച് പോയാ പോരെ? വാ, ഞാൻ ഓട്ടോ വിളിച്ചുതരാം. വാ മോളെ, വാ 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 ചേച്ചി, വാ. ഓട്ടോറിക്ഷ ഏറ്റവും കൂടുതൽ സ്ഥലമാണ് ഹോസ്പിറ്റലിൽ. എന്തായാലും ഇവിടെ വരും. ഇപ്പോൾ ഡേ വന്നെ ഓട്ടോറിക്ഷ. ആ ചേട്ടാ, 50 ആളോ? ആ ഓ, ആഗ്രഹം. മോളെ അങ്ങോട്ട് കേൾക്കട്ടെ. താങ്ക്സ്. അതൊക്കെ എന്ത് ചേച്ചി? ടാറ്റാ ടാറ്റ മോള്. പൈസയൊക്കെ തീർന്നു. ഇതെന്താ? ഇതെവിടുന്നാ? എൻ്റെ ലൈൻ്റെ അടുത്ത് പൊക്കിയത് എങ്ങനെ പൊളിച്ചില്ലേ? ഒറ്റ പുളി പൊളിച്ചിട്ടുണ്ടെങ്കിലേ എന്ത് മോശം നീ കാണിക്കണത്. മോശോ? നീ പൈസ വല്ലതും എടുത്താ? ഇല്ല. ഒന്നും തന്നാണ്ടല്ലോ, ഒരു മാനേജ് ഇല്ലാത്ത മോഷണം. ബില്ലടയ്ക്കാൻ ഞാൻ പൈസ കൊടുത്തേച്ചാ. എത്ര ഏട്ടാ? 100 രൂപ. പിടിക്ക്. ചേച്ചി ഒന്ന് പെട്ടെന്ന് വേറൊരു ഓട്ടോ ഉള്ളതാണേ. ആ, ഒരു മിനിറ്റ്. ചേട്ടാ, പേഴ്സ് കാണുന്നില്ല. ചേച്ചിയെ ബാഗിൽ മാത്രം നോക്കണ്ട, സീറ്റിന്റെ അടിയിലേക്ക് ഒന്ന് നോക്കി നോക്ക്. ഇവിടെ ഒന്നും. ഹലോ ചേച്ചി, ഞാൻ ഡിസൂസയാണ്. ഡിസൂസ. ആരാ? ചേച്ചി ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കണ്ടില്ലേ ഓട്ടോറിക്ഷ കയറ്റി വിട്ട ഡിസൂസ? ചേച്ചി ഓട്ടോയിൽ കയറുന്ന സമയത്ത് ചേച്ചിയുടെ പേഴ്സ് താഴെ വീണ് പോയായിരുന്നു. അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ആണോ? ആ, അതെങ്ങനെ തരാം ഇപ്പം? ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ആ ശരി ചേച്ചി, ഞാൻ അവിടെ ചേച്ചി. ഓക്കെ, സീ യു സൂൺ. ചേട്ടാ, ഹോസ്പിറ്റലിൽ പേഴ്സ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. തിരിച്ചങ്ങോട്ട് പോവാം. വാ മോളെ. എന്താ? ചില്ലറ ഇല്ലാത്തോണ്ട്. എത്രയാ? 100 രൂപ. 100. സാറേ, 50 ഉള്ളൂ. പോടാ. മോള് പോയി കടന്നു. എന്താ കൂട്ടാൻ വരാതിരുന്ന? ഞാൻ മറന്നുപോയി. ആ ATM കാർഡും ബാലൻസും ഒക്കെ അവിടെ വെച്ചേര്. അത് നാളൊരു റിസൾട്ട് വാങ്ങാണ്ട്, പിന്നെ ടോണിക്കും വാങ്ങണം. ടോണിക്ക് ഫോണാണ്. ഹലോ ചേച്ചി, എത്തിയോ? അതെ, എനിക്കിന്നിപ്പോൾ വരാൻ പറ്റില്ല. അയ്യോ, എന്നാ ഞാൻ വീട്ടിൽ കൂടെ തന്നോ? അയ്യോ വേണ്ട, ഞാൻ നാളെ ഹോസ്പിറ്റലിൻ്റെ അടുത്തേ വരുന്നുണ്ട്, ലാബിലേക്ക്. ആ ഓക്കെ ചേച്ചി, എൻ്റെ സുരക്ഷമായിട്ടുണ്ടാവും ചേച്ചി. നാളെ കാണാം. കാച്ച് സൂൺ. ആ ശരി. ഞാനിപ്പോൾ ഇതിനെ പിടിക്കുന്ന കാലം കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്നെ പിടിക്കേ. പറഞ്ഞല്ലോ പിടിക്കണ്ടോ? അല്ല, പേഴ്സ് വേണ്ടേ? വേണ്ടേ, കൊടുക്കണ്ട. നീ നടന്നേ.